നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ കുറച്ച് തിരക്കുണ്ട്. ഞങ്ങൾ പൊയ്ക്കോട്ടെ. വാ മോളെ. മോളെ എന്താ അമ്മ? അന്ന് ആശുപത്രി വെച്ച് ഞാൻ മോളോട് പറഞ്ഞിരുന്നു ഒരു ദിവസം വീട്ടിൽ വരണമെന്ന്. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ. മോള് വരുവാണെങ്കിൽ ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോവാം. അയ്യോ അത് വേണ്ടമ്മേ, ഞങ്ങക്ക് കുറച്ച് ധൃതിയുണ്ട്. എങ്ങനെയെങ്കിലും ഇവളെ വീട്ടിൽ കൊണ്ടുപോകണം. എന്നിട്ട് ആദ്യേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്നത് വരെ വീട്ടിൽ പിടിച്ചു നിർത്തണം. ആ അമൃതയ്ക്ക് ഇവളെ കാണിച്ചു കൊടുക്കണം. ആകെ ഒരു പുകിലായിരിക്കും. അരുണിന്ന് വീട്ടിലുണ്ടല്ലോ, അരുണിനെ കാണിച്ചു കൊടുക്കാം. അശ്വതിയെക്കുറിച്ച് അമ്മ പറയാത്ത ദിവസങ്ങളില്ല. അശ്വതി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് 100 നാവാ. എന്താണേലും നമുക്ക് വീട്ടിൽ പോയിട്ട് പോയാ മതി. അയ്യോ പ്ലീസ് വേണ്ട. അതൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നേ ഇല്ല. ഇന്ന് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകാൻ പറ്റൂ. വന്നില്ലെങ്കിലേ ഞങ്ങള് തൂക്കിയെടുത്ത് കാറിലിട്ട് കൊണ്ടുപോകും, അല്ലേ അമ്മ? പിന്നല്ലാതെ. അമ്മ പിന്നൊരിക്കലാവട്ടെ. ഇന്നെനിക്ക് പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. എന്റെ അമ്മ വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ. പോട്ടെ അമ്മ. ഓ ആണോ? എന്നാ മോളി ചെല്ല്. വാ മോളെ. അങ്ങനെ പോവാൻ പറ്റില്ല. എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ച ആളാ. വീട്ടിൽ വന്നിട്ടേ പോവാൻ പറ്റൂ. അതെ മോളെ, മോളൊന്ന് വീട്ടിൽ കേറിയിട്ട് പോ. നമുക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ പോവാം അമ്മേ. ഈ മുത്തശ്ശി നല്ല മുത്തശ്ശിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അമ്മ ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട. പറയേണ്ടതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ ഞങ്ങളുടെ കൂടെ വന്നേ. വാ വാ വാ. ശ്രീകുട്ടി, അമ്മയെ വട്ടം ചുറ്റി പിടിച്ചോ. നമുക്ക് 3 പേർക്കും കൂടി കാറിൽ പിടിച്ചു കയറ്റാം. വാ. അമ്മ ഞങ്ങൾ പോയിട്ട് പിന്നൊരിക്കൽ വരാമേ. എന്താ മോളെ, മോക്ക് നാണക്കേടോ ചമ്മലോ മറ്റോ ആണോ? മോളെ, ഇത് മോളുടെ വീട് പോലെ തന്നെയാ. പിന്നെ അല്ലാതെ ശ്രീകുട്ടി ഇവിടുത്തെ ഒരു അംഗ അല്ലേ അമ്മ? വാ മോള് വാ. നിക്ക് നിക്ക്, വലതുകാലം വെച്ച് തന്നെ കേറ് അശ്വതി. കേറ് അശ്വതി, കേറ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.